3 കുഞ്ഞുങ്ങളുടെ കൈത്താങ്ങായി ഓടുന്ന ഒരമ്മ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് കൂടെയുള്ളവർ തന്നെയായിരിക്കും. ഒരുപക്ഷെ ആ മക്കളെ അമ്മ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരിക്കും. എന്നാൽ ആ മക്കളുടെ സങ്കടവും ഇവരുടെ അവസ്ഥയും കണ്ടു നിൽക്കാനാകാതെ മറ്റുള്ളവർ വെറും ചോദ്യചിഹ്നമായി മാറും. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് തന്നെ പറയാം. 3 കുഞ്ഞുങ്ങളുടെ കൈത്താങ്ങ് അറ്റുപോയി. ഒരു കുടുംബം പ്രതിസന്ധിയിലായി. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. ബുധനാഴ്ച രാത്രിയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ലോറി വന്നിടിച്ചിട്ടുണ്ടായ അപകടത്തെ തുടർന്ന് വലതു കൈ തോളു മുതൽ മുറിച്ചു കളയേണ്ടി വന്ന ഷീജ ബേബിയുടെ സങ്കട കഥയാണിത്. ഷീജ ബേബിക്ക് 46 വയസ്സാണ്. MC റോഡിൽ തെള്ളകം കരിത്താസ് ജംഗ്ഷന് സമീപം ബുധനാഴ്ച രാത്രി 11:00-ഓടെയാണ് KSRTC ബസ്സിൽ ലോറി തട്ടി അപകടം ഉണ്ടാകുന്നത്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന തിരുവനന്തപുരം ചെങ്കൽ അലത്തറവിളാകം കുമാർ ഭവനിൽ പോൾ ഷീജ ബേബിക്കാണ് വലതുകൈ നഷ്ടമായത്. 46 വയസ്സായിരുന്നു ഷീജയ്ക്ക്. അടൂരിലെ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഷീജ. പരിചരിച്ചിരുന്നയാളെ ആലുവയിലെ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോയി. അതോടെ ഷീജയും ആലുവയിൽ നിന്ന് ബസ് കയറുകയായിരുന്നു. KSRTC ബസ്സിൽ ഷീജ ഇരുന്ന ഭാഗത്ത് എതിർദിശയിൽ നിന്ന് ഒരു ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറി ഇടിച്ചു. ബസ്സിലെ ഷട്ടറിന് പകരമുള്ള ഗ്ലാസ് പൊട്ടി വീണാണ് കയ്യിൽ മുറിവേറ്റത്. ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞതും അങ്ങനെയാണ്. വലതുകൈ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് തത്സമയം അറ്റുവീണു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയാണ് അപകട സ്ഥലം. ഉടനെ ഷീജയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിഞ്ഞ ഭാഗം കൂട്ടിച്ചേർക്കാൻ സാധിച്ചില്ല. ഈ ഭാഗം കൂട്ടിച്ചേർക്കാൻ വളരെയധികം പ്രയാസമാണ് എന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ല. എല്ലാവരും വേഗം ഷീജയെ ആശുപത്രിയിൽ എത്തിച്ചതും വേഗം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വളരെയധികം തന്നെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത വിധമാണ് മുറിവേറ്റതെന്ന് പറയുന്നു. തോളു മുതൽ താഴേക്കുള്ള ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുള്ളതിനാൽ ഈ ഭാഗവും മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഷീജയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നും അധികൃതർ പറഞ്ഞു. കയ്യിലെന്തോ വന്ന് ഇടിച്ചെന്ന് മാത്രമാണ് ഷീജയുടെ ഓർമ്മ. മുൻപ് കുവൈത്തിൽ പാചക ജോലി ചെയ്തിരുന്ന ഷീജ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് നാട്ടിലേക്ക് മടങ്ങിയത്. വിദ്യാർത്ഥികളായ 3 മക്കളടങ്ങുന്ന കുടുംബത്തിൽ വരുമാനമുള്ള ഏക അംഗം ഷീജയാണ്. ഭർത്താവ് ഇപ്പോൾ ഒപ്പമില്ല. ഷീജയുടെ അച്ഛൻ ബേബിക്കുട്ടിയും മകൻ ജോബിയും ബന്ധു ശ്രീകുമാറും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.